നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 315-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നാടക നടനും സംവിധായകനും എഴുത്തുകാരനും സർവോപരി സ്വാതന്ത്ര്യ സമര സേനാനിയുമൊക്കെയായിരുന്ന ശ്രീ എൻ പിള്ളയെ കുറിച്ചിട്ടാണ്. എൻ്റെ ബാല്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കാപാലിക എന്ന നാടകം തിരുവനന്തപുരം കാർത്തികനാൾ തിയേറ്ററിൽ വെച്ച് കാണുകയുണ്ടായി. ആ നാടകം കണ്ട ശേഷം അദ്ദേഹത്തിൻ്റെ രചനകൾ പിൽക്കാലത്ത് ഒരുപാട് വായിക്കുകയുണ്ടായി. വെറുതെ പറയുന്നതല്ല. അദ്ദേഹം ഇവിടെ ജനിക്കുന്നതിലും പകരം വേറൊരു രാജ്യത്താണ് ജനിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 10 നോബൽ സമ്മാനം കിട്ടിയേനെ. അതുപോലെ തന്നെ അനശ്വരനായ PG ആന്റണി എന്ന നാടകൃത്തും സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ രചനകൾ അപാരം എന്നുള്ള ഒരു വാക്കിന് ഉപരി അതിനു മുകളിൽ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഞാൻ എന്നുള്ളൊരു പുസ്തകം എൻ്റെ ജീവിതചര്യകൾക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ ആ പുസ്തകം എൻ്റെ മനസ്സിലുണ്ടാക്കിയ ചലനങ്ങൾ വളരെ വലുതാണ്. നാടകത്തിനേക്കാൾ ഉപരി, നടൻ എന്നതിനേക്കാൾ ഉപരി സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിനെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്. ഒരു വലിയ പ്രതിഭ. അദ്ദേഹത്തിൻ്റെ രചനകൾ ഡൈനമൈറ്റും കാബാലികയും ഡാമും എഴുത്തിൻ്റെ ഒരു മാസ്മരിക പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ഒരു വലിയ വ്യക്തിത്വം. നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടതും 2ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തതും അങ്ങനെ നിരവധി അനുഭവങ്ങൾ നിറച്ച ഞാനെന്നുള്ള സൃഷ്ടി ഓരോരുത്തരും വായിച്ചിരിക്കണം. നമ്മുടെ ജീവിതത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു വലിയ സൃഷ്ടി. അതേക്കുറിച്ച് ഞാൻ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ.